ഇന്നത്തെ മീറ്റ് ദ എന്റർപ്രണേഴ്സിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു വ്യത്യസ്തനായ വ്യക്തിത്വത്തെയാണ്. തൻ്റെ കരിയറായ ജേർണലിസത്തെ തൻ്റെ പാഷനിലൂടെ കടത്തിവിട്ട് ഒരു വലിയ രീതിയിലുള്ള ഒരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്തിയ ഒരു യങ് എന്റർപ്രണർ. നമുക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം KL47 കൊടുങ്ങല്ലൂർ, അതേപോലെ തന്നെ കഹാനി ഓഫ് ആദി എന്ന 2 ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിൻ്റെ ഉടമയും കൂടിയായിട്ടുള്ള മിസ്റ്റർ മുഹമ്മദ് ആദിൽ. ഞാൻ വളരെ സന്തോഷമുള്ളൊരു നിമിഷവും കൂടിയാണ്, കാരണം എൻ്റെ ബാല്യകാല സുഹൃത്തും കൂടിയാണ് ആദിൽ എന്ന് പറയുന്നത്. അദ്ദേഹം ഡിഗ്രി പഠന കാലഘട്ടത്തിന് ശേഷം കേരള മീഡിയ അക്കാദമിയിൽ ജേർണലിസം പഠിച്ചു. അതിനുശേഷം വ്യത്യസ്തമായ മേഖലകളിൽ ജോലി ചെയ്തെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രയത്നത്താൽ അദ്ദേഹത്തിൻ്റെ പാഷനെ ബിസിനസ്സാക്കി മാറ്റി. ഞാൻ ഇന്ന് അതിനോട് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നതും അതാണ്. സമൂഹത്തിലുള്ള ജെൻസി ആളുകൾക്കും അതേപോലെ തന്നെ ബിസിനസ് ചെയ്യണമെന്നുള്ള ആളുകൾക്കും ആദിലിനെ പോലുള്ള വ്യക്തിത്വങ്ങൾ ഇന്നും മാതൃകയാണ്. ആദിലിൻ്റെ ഒരു അനുഭവത്തിനേക്കാൾ ഉപരി നമ്മളുടെ ഈ ഒരു പ്രദേശത്തുള്ള ആളുകൾക്ക് ആദിലിന് കൊടുക്കാൻ പറ്റുന്ന ഒരു അഡ്വൈസാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ബേസിക്കലി ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞ് അതിനുശേഷം പബ്ലിക് റിലേഷൻസിൻ്റെ ഒരു PG ചെയ്തിരുന്നു. സോ അതിനുശേഷം പറഞ്ഞ ഒരുപാട് സ്ഥലങ്ങളിൽ വർക്ക് ചെയ്ത്, പക്ഷേ സാറ്റിസ്ഫൈഡ് അല്ല. നമുക്ക് സാലറി കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ല. നാട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനത്തെ പ്ലാറ്റ്ഫോമിനെ കുറിച്ച് അറിഞ്ഞത്. സോ നമ്മൾ കൊടുങ്ങല്ലൂർ ബേസ്ഡ് ആയിട്ട്, പുറത്തൊന്നും നോക്കിയില്ല, കൊടുങ്ങല്ലൂർ ബേസ്ഡ് ആയിട്ട് നമ്മളൊരു ചെറിയൊരു പേജ് KL47 പേജ് സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ സാധാ ഒരൊറ്റ ഫോളോവറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നൊരു പേജായിരുന്നു. അതിൽ നമ്മൾ ഇന്റൻഷ്യലി നമ്മൾ ഒരുപാട് വർക്ക് ചെയ്തു, ഫ്രീ വർക്കുകൾ ചെയ്ത്, കഷ്ടപ്പെട്ടു, സ്ട്രഗിൾ ചെയ്ത്, ഇത് ഒറ്റ പോരാട്ടം വരുന്നു സത്യം പറഞ്ഞത്. കാരണം നമ്മൾ തന്നെ എടുക്കുന്നു, നമ്മൾ തന്നെ എഡിറ്റ് ചെയ്യുന്നു, നമ്മൾ തന്നെ പോസ്റ്റ് ചെയ്യുന്നു. ആ രീതിയിൽ നമ്മൾ ആ ഒരു ജേർണി ചെയ്ത്. പക്ഷേ ഇതിൽ എനിക്ക് പോസിറ്റീവ് ഫീൽ ചെയ്തത് എൻ്റെ ഫ്രണ്ട് സർക്കിൾ അല്ലെങ്കിൽ എൻ്റെ ഫാമിലി സർക്കിൾ അല്ലെങ്കിൽ നമ്മുടെ ബന്ധപ്പെട്ട ആൾക്കാരുണ്ടാവുമല്ലോ, അവർ നമുക്ക് ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എൻകറേജ്മെന്റ് ആണ്. സോ താങ്കൾ പറഞ്ഞ പോലെ 2 ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അത്യാവശ്യം ഞാൻ മനസ്സിലാക്കുന്നത് ഏകദേശം 1 മില്യൺ വ്യൂസ് ഇപ്പോൾ 2 പ്ലാറ്റ്ഫോംസിലായിട്ട് ഉണ്ട്. ചുരുക്കി പറഞ്ഞ ഒരു ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന 2 സ്ഥാപനങ്ങളുടെ ഒരു ഉടമയാണെന്ന് നമുക്ക് പറയാം. എന്താണ് ഇനി അടുത്ത ബിസിനസ് പ്ലാൻ? സത്യം പറഞ്ഞാൽ 1 മില്യൺ 2 മില്യൺ അല്ല, ഏകദേശം ഒരു അക്കൗണ്ടിൽ മാത്രം 10 മില്യൺ എടുത്തുണ്ട്. 2 അക്കൗണ്ട് കൂടി നോക്കിയാൽ ഏകദേശം 20 മില്യൺ പ്ലസ് നമുക്കൊരു മന്ത്ലി വ്യൂസ് കിടക്കുന്നുണ്ട്, ഇപ്പോഴും അതേ കിടക്കുന്നുണ്ട്. സോ ഇനിയുള്ള ഡ്രീം അല്ലെങ്കിൽ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒരു ട്രാവൽ ഏജന്റ് എന്ന രീതിയിൽ. അതായത് ഇപ്പോൾ അറിയാം, ഇപ്പോൾ എല്ലാവർക്കും ട്രാവൽ ചെയ്യണമെങ്കിൽ ഇന്ത്യ വിട്ട് പോകണമെങ്കിൽ പോലും അവർക്ക് എന്ത് ചെയ്യുന്നത് ബഡ്ജറ്റൊക്കെ ഭയങ്കര വലുതാണ്. സോ അതിനെ കുറച്ചും കൂടി നമ്മളൊന്ന് കമ്മിയാക്കിയിട്ട്, അല്ലെങ്കിൽ അവർക്ക് ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി, പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പോകാൻ പറ്റുന്ന രീതിയിലുള്ള ട്രാവൽ ആൻഡ് ടൂറിസം ഇൻഡസ്ട്രിയിൽ ഒരു ഹോളിഡേയ്സ്. സോ അതിന് ഞാൻ പേരിട്ടേക്കുന്നതും കോയ ട്രിപ്സ് തന്നെയാണ്. കോയ എന്ന് വെച്ചാൽ കഹാനി ഓഫ് ആദി. ഞങ്ങളുടെ പേജിന്റെ പേരാണ് കഹാനി ഓഫ് ആദിയുടെ ഷോർട്ട് ഫോം KOA. അതെ. ബിസിനസ് പ്ലാൻ വേറെ ഇപ്പോൾ കൊടുങ്ങല്ലൂർ ബേസ്ഡ് ആയിട്ട് ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്യുന്നത് റിയൽ എസ്റ്റേറ്റ് ആണ്. കാരണം ഒരു പേജ് നമ്മളിപ്പോൾ ഓപ്പൺ ആക്കുന്നുണ്ട്. അതിന്റെ മെയിൻ ഗോൾ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് സെയിൽസ് ഉണ്ടാവും, പ്രോപ്പർട്ടീസ് ഉണ്ടാവും, റിയൽ എസ്റ്റേറ്റ് ഉണ്ടാവും. അതായത് ഇപ്പോൾ ഒരു മൊബൈൽ ആയിക്കോട്ടെ, ഒരു എക്സസൈസ് എന്തായിക്കോട്ടെ, അത് നമ്മളത് സമീപിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൺലൈൻ ത്രൂ സെല് ചെയ്യാൻ അവരെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ താങ്കൾക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ആ ഒരു ചെറിയൊരു പാഷനിൽ നിന്നൊരു ബിസിനസ് തുടങ്ങാം, ആ ബിസിനസ് കണക്ട് ചെയ്യുന്ന എല്ലാ മേഖലകളിൽ നിന്നും അടുത്ത ബിസിനസ് ഓപ്പർച്യൂണിറ്റി കണ്ടെത്താം. ഇതാണ് ഒരു എന്റർപ്രണർ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. അത് താങ്കൾക്കുണ്ട്. നമുക്ക് ആദിലിനും കോയ എന്ന് പറയുന്ന ആ ഒരു വലിയ എന്റർപ്രൈസിനും എല്ലാവിധ ആശംസകളും നേരാം. അടുത്ത എന്റർപ്രണറുമായി കാണുന്നത് വരെ SKV ഹിയർ. See you next time. Thank you.